ജനങ്ങൾ ഭരണഘടനയെ പറ്റി അറിയേണ്ടത് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരനും ഇപ്പൊ ഈ അവകാശമില്ലേ, ഇതുപോലും ഭരണഘടനയുടെ ഒരു ദീർഘവീക്ഷണം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിരവധിയായ ഡിബേറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. നിരവധിയായ ഡിബേറ്റുകൾ ഉണ്ടാകുമ്പോൾ ഒരു ഡിബേറ്റായിരുന്നു പ്രസ്സിന് സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പം അന്നത്തെ പ്രശ്നം പറഞ്ഞാൽ പ്രിന്റ് മാത്രമാണ്. അപ്പോൾ വലിയ ഡിബേറ്റ് നടന്നിട്ട് കുറേ ആളുകൾ പറഞ്ഞു നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രിന്റ് എന്ന് വെച്ചാൽ മതി. അപ്പം അന്ന് പത്രങ്ങൾ മാത്രമാണല്ലോ, പത്രസ്വാതന്ത്ര്യമാണ് വേണ്ടത്. അന്ന് ഭരണഘടനാ സംവാദത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പക്ഷമായിരുന്നു. അങ്ങനെ പ്രിന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നാളുകളിൽ മാധ്യമങ്ങൾ പുതിയ രൂപങ്ങൾ കൈവരിക്കും, അവർക്കും സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് പ്രസ്സും രണ്ടും നിലവിൽ വരുന്നതിൻ്റെ ഒരു കാരണം അന്ന് ഭരണഘടനാ ശില്പികൾ നടത്തിയ ദീർഘവീക്ഷണമാണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ജീവിച്ചിരിക്കുന്ന ഭരണഘടനയാണ്. എല്ലാ കാലത്തും അത് അപ്ഡേറ്റുകൾക്ക് വിധേയമാകുമ്പോൾ തന്നെ ഇത് രൂപീകരിച്ച ആളുകൾക്ക് തന്നെ ഇതിനെപ്പറ്റി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അവർ രൂപകൽപ്പന. അതുകൊണ്ട് നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളുടെയും ഏക കാരണം എന്ന നിലയിൽ ഭരണഘടന കൂടുതൽ അറിയുകയും വായിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും.